സുഹൃത്തുക്കളെ, കാശ്മീരിലെ പെഹൽഗാമിലേക്കുള്ള യാത്രയിൽ പകർത്തിയ ദൃശ്യങ്ങളാണ് നിങ്ങൾക്കായി പങ്കുവെക്കുന്നത്. തികച്ചും സ്വകാര്യ ആവശ്യത്തിനായി പകർത്തിയ ദൃശ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ സെൽഫി വീഡിയോസ് ആയിരിക്കും കൂടുതൽ. ഇത് ഒരു യൂട്യൂബ് വീഡിയോ ആയി ചെയ്യുവാനുള്ള ഉദ്ദേശം ഇത് എടുത്ത സമയത്തില്ലായിരുന്നു. കാശ്മീർ താഴ്വരയിലെ ഏറ്റവും മനോഹരമായൊരു സ്ഥലമാണ് പഹൽഗാം. പഹൽഗാം ആക്രമണത്തിന് ശേഷം അവിടുത്തെ താഴ്വരകളിൽ ബൈസരൻ വാലി ഓപ്പണായി കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ബേത്തൻ വാലിയിലേക്കാണ് ഞങ്ങൾ പോയത്. പോകുന്ന വഴിയുള്ള നദിയും അതിലെ മനോഹര ദൃശ്യങ്ങളുമാണ് കാണുന്നത്. തുടർന്ന് നമ്മൾ ബേത്തൻ വാലിയിലേക്ക് പോയപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നം എന്ന് പറയുന്നത്, നമ്മളുടെ വാഹനം ഒരിക്കലും ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകുവാൻ അവിടെയുള്ളവർ സമ്മതിക്കില്ല. കാശ്മീരിലെ യൂണിയൻ ടാക്സി എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. നമ്മളുടെ വാഹനം അവിടെ സ്റ്റാൻഡിൽ നിർത്തിയിട്ട് യൂണിയൻ ടാക്സിയിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ പറ്റൂ. അത് കാശ്മീരിൽ മാത്രമുള്ള ഒരു സംവിധാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവർ പറയുന്ന ഒരു റേറ്റ് അവിടെ പഹൽഗാമിൽ ഫിക്സഡ് റേറ്റാണ്. നമുക്ക് ഒരു വണ്ടിയുടെ ഇനം തിരിച്ച് എക്കോയോ ഇന്നോവയോ ഏതാണ് വേണ്ടത്, നമ്മൾ എത്ര പേരുണ്ട് അതനുസരിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട വാഹനം തിരഞ്ഞെടുത്ത് അവർ റേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് ടോക്കൺ അനുസരിച്ച് നമുക്ക് അവർ വണ്ടി തരും. നമ്മൾ ആ വാഹനം ഉപയോഗിച്ച് ഈ പറയുന്ന വാലീസിലേക്കൊക്കെ പോകാവുന്നതാണ്. ബേത്തൻ വാലി എന്ന സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ പ്രധാനമായുമുള്ള ഒരു കുതിരസവാരിയാണ്. കുതിരസവാരിക്ക് ഏകദേശം 1100 രൂപയോളം ഒരാൾക്കാകും. അവരൊരു 7 വ്യൂ പോയിൻ്റ് നമ്മളെ കുതിരപ്പുറത്ത് കൊണ്ടുപോയി കാണിക്കും. അപ്പോൾ നല്ല രസമാണ്. അതിൻ്റെ ഒരു വീഡിയോ ആണ് കാണുന്നത്. കാരണം കുതിര ഇങ്ങനെ പുഴ ക്രോസ് ചെയ്ത് പോകുന്നതും അതിൻ്റെ പശ്ചാത്തല ദൃശ്യങ്ങളുമൊക്കെ വളരെ മനോഹരമാണ്. നമ്മളുടെ കൂടെ വരുന്ന കുതിരക്കാരൻ നമുക്ക് വീഡിയോ എടുത്ത് നമ്മളെ കാണിക്കും എങ്ങനെയാണെന്നുള്ളത്. അതിന് നമ്മളെയൊക്കെ സഹായിക്കും. അവർക്കൊക്കെ ടിപ്പ് കൊടുക്കണം. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് റീൽസ് എടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് റീൽസ് എടുത്ത് തരുവാനായി കൂടെ ആൾ വരും. അതിനൊക്കെ പെയ്ഡാണ്. ഇതൊക്കെ അവിടെയുള്ളവരുടെ ഒരു പ്രധാന ഉപജീവന മാർഗമായിട്ടാണ് ഇതൊക്കെ മാറിയിരിക്കുന്നത്. കുതിരസവാരിക്ക് ശേഷം അതിനോടടുത്തുള്ള ഒരു താഴ്വര, അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ മനോഹരമാണ്. നമ്മളോടൊപ്പം ഫോട്ടോ എടുക്കുവാനായിട്ട് അരുമ മൃഗങ്ങളെയും കൊണ്ടുവരുന്നവരുണ്ട്. ചുറ്റും എവിടെ നോക്കിയാലും നല്ല മനോഹരമായ കാഴ്ചകൾ മാത്രമാണ്. അതൊക്കെ ആസ്വദിച്ചതിന് ശേഷം നമുക്ക് പഹൽഗാമിനോട് വിട പറയും. മറ്റ് സ്ഥലങ്ങളിലേക്കൊന്നും ഇപ്പോൾ പ്രവേശനമില്ല. ആരോൺ വാലി ഓപ്പണാണ്. ബൈസരൻ വാലി പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇതുവരെ ഓപ്പണായി കിട്ടിയിട്ടില്ല. തിരികെ മടങ്ങും വഴി കണ്ട ഒരു സ്മൃതി കുടീരമാണ് ഇത്. പഹൽഗാം ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ഓർമ്മയ്ക്കായി സർക്കാർ സ്ഥാപിച്ചിരിക്കുന്ന സ്മൃതി കുടീരം. പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സ്മൃതി കുടീരത്തിൽ അന്ന് മരണപ്പെട്ടവരുടെ പേരുകൾ ശിലയിൽ എഴുതി സൂക്ഷിച്ചിട്ടുണ്ട്. മനോഹരമായ ഒരു ഫോട്ടോ പോയിൻ്റ് കൂടിയാണ് ഈ സ്ഥലം.
കാശ്മീരിലെ മറ്റ് കാഴ്ചകളുമായി ഇനിയൊരു വീഡിയോയിൽ കാണാം.